ഇന്ന് ഭാരതത്തിലെ ജനങ്ങൾ വളരെ സന്തോഷത്തിന്റെ ദിനമാണ് ഇന്ന് നടക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA സർക്കാർ, നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം തവണയും അധികാരത്തിൽ കയറുന്ന ഒരു സുദിനമാണ് ഇന്നത്തെ ദിവസം. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ. സമസ്ത മേഖലകളിലും വികസനത്തിന്റെ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വരികയും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA സർക്കാർ വന്നിരിക്കുകയാണ്. ആ NDA സർക്കാരിനോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ വളരെയേറെ സന്തോഷത്തോടെ ഇന്ന് സ്വീകരിക്കുകയാണ്. നമ്മൾ കണ്ടതാണ് കേരളത്തില് ഇന്ന് നമ്മൾ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. ബഹുമാനനായ ശ്രീ സുരേഷ് ഗോപി ഇന്ന് തൃശൂരിലെ MP ആണ്. ഇന്ന് ആ മേഖലയിൽ നമ്മളൊന്ന് കാണാം. നമ്മൾ ടിവിയിലൊക്കെ കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ്. എല്ലാ വീടുകളിലും എല്ലാ ഭവനങ്ങളിലും അവര് ആഘോഷിക്കുകയാണ്. കാരണം അത്രമാത്രം സുരേഷ് ഗോപിയെ BJPയെ സ്വീകരിച്ചു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് നമ്മൾ കണ്ടത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് കേരളം മുന്നോട്ടു പോകുന്നത് ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നെറികെട്ട അല്ലെങ്കിൽ ജനവിരുദ്ധ ഒരു സർക്കാരിനെതിരെയുള്ള ഒരു വിധിയായിരുന്നു നമ്മുടെ ഈ കഴിഞ്ഞ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഒരു സീറ്റ് LDFന് എത്രയാണ്? 1. BJP നേതൃത്വം കൊടുക്കുന്ന NDAക്ക് എത്രയാണ്? 1. നമുക്കറിയാം വോട്ടിംഗ് ശതമാനം വളരെ താഴോട്ട് പോയിരിക്കുന്നു. LDFന്റെ BJPയുടെ കുത്തനെ കൂടിയിരിക്കുന്നു. എല്ലാ സമസ്ത ജനങ്ങൾ, ക്രൈസ്തവ വിഭാഗങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയോട് കൂടുതൽ അടുക്കുന്നു. അതോടൊപ്പം തന്നെ SNDP സമുദായം ഭാരതീയ ജനതാ പാർട്ടിയോട് അടുക്കുന്നു. ഇന്നലെ വരെ മാറി നിന്ന പല സമുദായങ്ങളും ഈ നാട്ടിലെ ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം BJP നരേന്ദ്രമോദി സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ച ക്ഷേമ പദ്ധതികൾ, ധാരാളം ക്ഷേമ പദ്ധതികളുണ്ട്. ആ ക്ഷേമ പദ്ധതികളാണ് ഇന്ന് BJP അധികാരത്തിലേക്ക് കയറ്റിയത്. നമുക്കറിയാം NDA എന്ന് പറയുന്ന ഒരു മുന്നണി ഇവിടെ നേരിടുകയുണ്ടായി. നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണ്. ഏതാണ്ട് 10-36 സഖ്യകക്ഷികളുമായിട്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറാൻ നിൽക്കുന്ന കക്ഷികളുടെ സഹായത്തോടു കൂടിയാണ് ഈ പറയുന്ന കോൺഗ്രസ് ഒരു 99 സീറ്റ് വാങ്ങിയത്. അതോടൊപ്പം തന്നെ ഈ NDAയിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം നമുക്കറിയാം. ഏത് സമയത്തും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന, ജനവിരുദ്ധ പ്രവർത്തനം നടക്കുന്ന ആൾക്കാരാണ് ഈ NDA മുന്നണിയിലുള്ളത്. നമ്മൾ കണ്ടതാണ് ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ, ഭൂലോക ഫ്രോഡ്, അതായത് ഏറ്റവും വലിയ അഴിമതിക്കാരൻ, മദ്യനയത്തിൽ ഏറ്റവും കൂടുതൽ കോടികൾ വാങ്ങിയ അഴിമതിക്കാരൻ.